ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതൊരു പെരുന്നാളിൻ്റെ ഒരു ചെറിയ കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. പെരുന്നാൾ വ്ളോഗ് ഞാൻ എടുത്തിട്ടില്ല. ഇത് പെരുന്നാൾക്ക് രണ്ടാം പെരുന്നാൾക്കത്തെ വിശേഷമാണ് കേട്ടോ. ഞങ്ങൾ പെരേക്ക് പോകുന്ന വിശേഷമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ഇത് കോട്ടയ്ക്ക ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് കേട്ടോ. ഞാനും കുട്ടികളും കൂടിയും ബസ്സിലാണ് കേട്ടോ പോണത്. ഇക്കല്ലായിരുന്നു. അപ്പോൾ ഞാനും കുട്ടികളും കൂടിയും ബസ്സിൽ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് നിൽക്കാനാണ് പോണത്. പിറ്റേ ദിവസമേ വരുള്ളൂ. അപ്പോൾ കുട്ടികളും ബാഗും കാര്യങ്ങളും ഒക്കെ എടുത്തേക്കണം കേട്ടോ. പിറ്റേ ദിവസം സ്കൂൾ തുറക്കണമല്ലോ. അപ്പോൾ സ്കൂൾ ഉണ്ടാകുമ്പോൾ നേരിട്ട് സ്കൂൾക്ക് ആക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ബസ് ഞങ്ങൾ പെരേക്ക് നേരിട്ടുള്ള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആദിമോനും അല്ലൂട്ടനും എല്ലാവരും പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ അത്. അപ്പോൾ മനൂട്ടൻ ഞങ്ങളെ കൂടെ ഇല്ല കേട്ടോ ഗൈസ്. മനൂട്ടനെ കുറച്ച് കഴിഞ്ഞിട്ട് എത്തുള്ളൂ കേട്ടോ. ബസ് കയറാൻ വേണ്ടിയുള്ള ഇന്ന് അവിടെ പെരുന്നാൾ കൂടണം കേട്ടോ. എല്ലാവരും വരും. അനിയത്തിമാരും ഇളച്ചന്മാരും എല്ലാവരും ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ചൊരു 10 മിനിറ്റ് നിന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ബസ് കിട്ടിയിട്ട് അപ്പം ബസ് കിട്ടി അപ്പം നല്ല സീറ്റും ഉണ്ടായിരുന്നു. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അച്ചുട്ടിയും പൊന്നൂസിനും ഞങ്ങൾക്കും മക്കളെല്ലാവർക്കും സീറ്റൊക്കെ കിട്ടിയിട്ടാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ വേങ്ങര എത്തിയിട്ടാ. വേങ്ങര എത്തിയിട്ടുള്ള ഷൂട്ട് ചെയ്താണ് കേട്ടോ അത്. അപ്പോൾ വേങ്ങര വീട് എത്താറായിക്കണം കേട്ടോ. റോട്ടുമെന്നാണ് എടുക്കുന്നത് ബസ്സൊക്കെ ഇറങ്ങിയിട്ട്. അങ്ങനെ പെരത്താനായപ്പോൾ പിന്നെ കുട്ടികൾ മണ്ടൽ തുടങ്ങിയിട്ടാണ്. അപ്പോൾ വീഡിയോ എടുക്കാനും ഒന്നും നിൽക്കണില്ല. ഭയങ്കര പോട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചുട്ടിക്ക് ഞാൻ ബസ് കാത്ത് നിന്നപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഒരു 2 കൈമുഖം കുറച്ച് കമ്പി വള വാങ്ങിക്കൊടുത്തിട്ടാണ്. വള ഒന്നും വാങ്ങിയിട്ടില്ല ഇന്ന് പെരുന്നാൾക്ക്. കാട്ടി കൊടുക്ക്. എവിടെ കാണുന്നില്ല കൈ ശരിക്കും കൈ. എന്താ ഗൈസ് എൻ്റെ അച്ചുട്ടിൻ്റെ മൈലാഞ്ചി അതേമാതിരി അവളെ പെരുന്നാൾ ഡ്രസ്സ് എവിടെ അച്ചുൻ്റെ കാണുന്നില്ല. ഇതാണ് നെച്ചുടിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കേട്ടോ. പുതിയ വെള്ളമെടുത്ത് ഓടുകയാണ്. പെരത്തിയപ്പോൾ ഭയങ്കര പാച്ചിലെല്ലാവരും. അവിടെ തുറന്നോളും. അങ്ങനെ പെരയിലെത്തിയപ്പോൾ ഇമ്മ എല്ലാവർക്കും സേമിയ പായസമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ രണ്ടാമത്തെ അനിയത്തി മാത്രമേ വന്നിട്ടുള്ളൂ. മറ്റുള്ള ആരും എത്തിയിട്ടില്ല. എല്ലാവരും പോന്നിട്ടുള്ളൂ കേട്ടോ. അവിടുത്തെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇറച്ചിയൊക്കെ കിട്ടുമല്ലോ ഉദവത്തിൻ്റെ. അപ്പോൾ ആ ഇറച്ചിയൊക്കെ കിട്ടി. പിറ്റേ ദിവസമൊക്കെ ആയിട്ട് തന്നെ എല്ലാവരും പോകുന്നത് കേട്ടോ. എല്ലാവരും ഒറ്റക്കുടിക്കാരാണ്. അപ്പോൾ ഇറച്ചി വാങ്ങി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ എൻ്റെ ആദിമോനെ ഒരാൾക്ക് സേമിയ പായസമായപ്പോൾ വലിയ ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ മക്കളെ ഇവിടെ എത്തി. പായസം കുടിച്ചാണ് കേട്ടോ. നല്ല സേമിയ പായസമാണ്. അപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ഔഷധാന ആരും എത്തിയിട്ടില്ല. രണ്ടാമത്തെ അനിയത്തി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇപ്പഴണ്ടാ ഇപ്പം എല്ലാവരും വരൂല. ബന്ധു കുറച്ചും കഴിച്ചില്ല. പായസം കുടിച്ചോ? അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എത്തിയിട്ടാണ്. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ചിലർക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അനിയത്തിമാരും ഇളച്ചമാരും ഒക്കെ എത്തി. അങ്ങനെ നമ്മൾ ചോറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പോത്തിറച്ചി വരട്ടുകയും ചെയ്തിരിക്കുന്നത്. പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ തൈരും അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതാ ചോറ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണ്. അനുമോനെ 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 ഹായ്. അപ്പം അങ്ങനെ ചോറ്റുപടൊക്കെ കഴിഞ്ഞിട്ടാ ചോറൊക്കെ തിന്ന് വയറ് ഫുള്ളായി ഗൈസ്. പിന്നെ എല്ലാവരും അനിയത്തിയൊക്കെ വന്ന് എല്ലാവരും എത്തിയിരുന്നു കേട്ടോ. അതിൽ മൂന്നാമത്തെ അനിയത്തി പോയി. ഓളും മക്കളും ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ പോയിട്ട് അവൾ ഇന്നലെ വന്നതായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഇനി ഇവിടെ ഉണ്ട്. അപ്പോൾ നാളെ പോവുള്ളൂ എല്ലാവരും കേട്ടോ. മക്കളവിടെ പന്തളിയും ഫുട്ബോളും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങിയിരിക്കണേ. അങ്ങനെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഉഷാറായിരുന്നു. അൽഹംദുലില്ലാ. എല്ലാവരും വിരുന്നൊക്കെ പോയിട്ടുണ്ടാവില്ലേ. ഇന്നലെ വരണമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷെ ഇന്നലെ എന്തോ വരാൻ പറ്റിയില്ല. എൻ്റെ അച്ചൂസിനെ പറഞ്ഞ ജലദോഷമൊക്കെ തുടങ്ങി.
അപ്പോൾ പിന്നെ ഇന്നലെ ചെവി വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇക്ക പറഞ്ഞു നാളെ പോയാൽ മതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ടോ. പിന്നെ ഇപ്പം എന്താ, അപ്പോൾ അതൊക്കെ തന്നെ വിശേഷം. എൻ്റെ അച്ചൂസ് എനിക്ക് കിട്ടുന്ന മൈലാഞ്ചിയാണ് ഗൈസ്. അച്ചൂട്ടിട്ടെന്നാണിത്. പിന്നെ പിന്നെ പൊന്നൂസ് ഇട്ടെന്ന മൈലാഞ്ചിയാണിത്. അച്ചൂട്ടിയും പൊന്നൂസും എനിക്ക് മൈലാഞ്ചി ഇട്ടെന്നാണ് ഗൈസ്. ഇതിൻ്റെ പൊന്നൂസ് ഇട്ടെന്നത്, ഇതിൻ്റെ അച്ചൂട്ടിട്ടെന്നത്. ആദ്യമോൻ ഇതായിരിക്കണേ. ഓരൊക്കെ ബാഗും കൊണ്ടാണ് വന്നിരിക്കണേ കേട്ടോ. ഇനി നാളെ പോകുമ്പോൾ സ്കൂളിൽ അവിടെ ഇറങ്ങാൻ വിചാരിച്ചിട്ട് മനൂട്ട എത്തിയിട്ടില്ല. മനൂട്ട കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അന്ന് കൂട്ടുകാരെ കൂടെ പോയിക്കണേ. അപ്പം മനൂട്ടനും ബാഗും കൊണ്ടുവന്നിരിക്കണേ. ആദ്യമോനും ബാഗ് എടുത്തിരിക്കണം കേട്ടോ. ഓരണ്ടാളും ഇനി പോകുമ്പോൾ ഒതുക്കുന്ന സ്കൂളിലാണ്. അപ്പോൾ അവിടെ ഇറക്കണം. എന്നിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചു. നാളെ സ്കൂൾ തുറക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ സ്കൂളൊക്കെ എത്തുമ്പോഴത്തേനൊക്കെ അങ്ങോട്ട് എത്തണം. അപ്പോൾ എല്ലാവരും വിരുന്നിലും യാത്രയിലും ടൂറിലും കാര്യങ്ങളും ഒക്കെ ആയിക്കാരല്ലേ. അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാനുണ്ട്. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു. നാത്തൂനൊക്കെ പോവാൻ നിൽക്കുകയാണ് പെരുന്നാളായിട്ട്. രണ്ടാം പെരുന്നാൾക്ക് ഓള് പോവാൻ നിൽക്കുകയാണ് കേട്ടോ, നാത്തൂനും കുട്ടിയൊക്കെ. ഫെമി ഇവിടെ എന്നാ ഫെമി ഇവിടെ ഒരു ഫോട്ടോ എമ്മാ. അപ്പോൾ ഇതാ നമ്മളെ ഫെമിക്കുട്ടി ഇതാ ഗൈസ്. നമ്മളെ ഫെമിക്കുട്ടി നിൽക്ക്. ഫെമിക്കുട്ടി മിഠായിയൊക്കെ തന്ന്, കുറേ മിഠായി കിട്ടി, ലേസ് കിട്ടി അല്ലേ. അപ്പോൾ ഫെമിക്കുട്ടിയൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള ഗൈസ്. കുറച്ച് ദിശല്ല, കുറച്ച് നേരമായിട്ടുള്ളൂ. ചോറൊക്കെ തിന്ന് എല്ലാവരും കൊള്ളി കണ്ടോ. ചോറൊക്കെ തിന്ന് എല്ലാവരും നല്ല കളിയിലാണ് കേട്ടാ. മിഠായി തിന്നാണ്. അപ്പോൾ ഇതാ നമ്മുടെ സിദ്ധുക്കുട്ടൻ വിരുന്ന് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അവൻ്റെ ഉമ്മാൻ്റെ കുടിക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ പറയാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ആക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ പറയാം. ഓക്കെ ബൈ.